Hello everyone. So welcome to the video series on plus 2 journalism. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ജേർണലിസത്തിലെ ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള റൈറ്റിംഗ് ഫോർ മാഗസിൻ ആണ്. എന്താണ് മാഗസിൻ? നമുക്ക് ആദ്യം അത് ഒന്ന് നോക്കാം. എ മാഗസിൻ ഈസ് എ റെഗുലർലി പബ്ലിഷ്ഡ് പീരിയോഡിക്കൽ വിത്ത് അട്രാക്റ്റീവ് ഡിസൈൻ, ഡീറ്റെയിൽഡ് കോണ്ടന്റ്, a specific target audience and a longer life span than newspapers. ഒരു മാഗസിൻ എന്നാൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു ആനുകാലിക പ്രസിദ്ധീകരണമാണ് എന്നുള്ളതാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. അല്ലെ, പീരിയോഡിക്കലാണ്. പീരിയോഡിക്കൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇടവേളകൾ. ഓക്കെ, ഈ ഒരു ഡെഫിനിഷനകത്ത് മാഗസിൻസിൻ്റെ ഒന്ന് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് കൂടി പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. അല്ലേ, എ മാഗസിൻ ഈസ് എ റെഗുലർലി പബ്ലിഷ്ഡ് പീരിയോഡിക്കൽ വിത്ത് അട്രാക്റ്റീവ് ഡിസൈൻ. അട്രാക്റ്റീവ് ഡിസൈൻ, അല്ലേ, അട്രാക്റ്റീവ് ഡിസൈൻ എന്നാൽ നമുക്കറിയാം, സാധാരണ ന്യൂസ് പേപ്പേഴ്സിനെ അപേക്ഷിച്ച് മാഗസിൻസിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണുള്ളത്. അല്ലേ, പലതരത്തിലുള്ള കളേഴ്സും പിക്ചേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു പ്രസിദ്ധീകരണമാണ് മാഗസിൻസ് എന്നുള്ളത്. ഡീറ്റെയിൽഡ് കോണ്ടൻ്റാണ് അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. വിശദമായിട്ടുള്ള ഉള്ളടക്കം. അല്ലേ, വാർത്തകളെ അപേക്ഷിച്ച് മാഗസിൻസിനകത്ത് ഓരോ വിഷയത്തിനെയും ഡീറ്റെയിൽഡായിട്ട് പഠിച്ചുകൊണ്ടുള്ള കോണ്ടൻ്റാണ് ഉണ്ടായിരിക്കുക. അടുത്തത് സ്പെസിഫിക് ടാർഗറ്റ് ഓഡിയൻസ്. സ്പെസിഫിക് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക വായനാ സമൂഹത്തെ ലക്ഷ്യമാക്കിയിട്ടായിരിക്കും മാഗസിൻസ് പ്രസിദ്ധീകരിക്കുക. നമുക്കറിയാം, ഒരുപാട് മാഗസിൻസ് നമുക്കറിയാം. അല്ലേ, ഇപ്പോൾ ബാലരമ വളരെ എളുപ്പമുള്ളൊരു എക്സാമ്പിളാണ്. ബാലരമ, ബാലഭൂമി, കളിക്കുടിക്ക, ഇതൊക്കെ കുട്ടികളുടെ മാഗസിൻസ് ആണല്ലേ. ഇതെല്ലാം കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു സ്പെസിഫിക് ടാർഗറ്റ് ഓഡിയൻസിനെ കേന്ദ്രീകരിച്ചാണ് മാഗസിൻസ് പുറത്തിറക്കുന്നത്. അവസാനമായിട്ട് ലോങ്ങർ ലൈഫ് സ്പാൻ ദാൻ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും പത്രങ്ങളെ അപേക്ഷിച്ച് മാഗസിൻസിൻ്റെ കോണ്ടൻറ്റിന് ലോങ്ങർ ലൈഫ് സ്പാൻ ഉണ്ട്. അല്ലേ, അതായത് പല മാസങ്ങളോളം കഴിഞ്ഞാലും അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ മാഗസിൻസിനകത്ത് ഉള്ളടക്കത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. നമുക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന തരത്തിലുള്ള കോണ്ടൻറ്റുകളാണ് മാഗസിൻസിനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ഡെഫിനിഷനകത്ത് പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗസിൻസ്. മാഗസിൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് പബ്ലിഷ്ഡ് റെഗുലർലി, അതായത് കൃത്യമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളാണ് മാഗസിൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആഴ്ചയിലാവാം അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലാവാം. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ഇടവേള മാഗസിൻസിന് ഉണ്ട്. അടുത്തത് മാഗസിൻസ് ആർ നോട്ട് പബ്ലിഷ്ഡ് എവ്രി ഡേ. മാഗസിൻസ് പൊതുവെ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ അങ്ങനെയൊക്കെയാണ് പ്രസിദ്ധീകരിക്കപ്പെടുക. ദേ മേ ബി വീക്ക്ലി, ഫോർട്ട് നൈറ്റ്ലി, മന്ത്ലി ഓർ ക്വാർട്ടർലി. അല്ലേ, വീക്ക്ലി എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ പ്രസിദ്ധീകരിക്കുന്നവയാണ് നമ്മൾ വീക്കിലി എന്ന് പറയും. ഫോർട്ട് നൈറ്റ്ലി എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ പ്രസിദ്ധീകരിക്കുന്നതിന് നമ്മൾ ഫോർട്ട് നൈറ്റ്ലി എന്ന് പറയും. മാസത്തിലൊരിക്കൽ പ്രസിദ്ധീകരിക്കുന്നതിന് മന്ത്ലി എന്ന് പറയും. 3 മാസത്തിലൊരിക്കൽ പ്രസിദ്ധീകരിക്കുന്നതിന് ക്വാർട്ടർലി എന്നും നമ്മൾ പറയാറുണ്ട്. അടുത്തതായിട്ട് വരുന്നത് ടാർഗറ്റ് ഓഡിയൻസ് ആണ്. ടാർഗറ്റ് എ സ്പെസിഫിക് ഓഡിയൻസ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ മാഗസിൻ്റെ ഡെഫിനേഷനകത്ത് പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രത്യേക വായനക്കാരെ ലക്ഷ്യമിട്ടാണ് മാഗസിൻസ് ഇറക്കുന്നത്. ഇപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നവരെ ലക്ഷ്യമിട്ട് സിനിമാ മാസികകൾ, അതുപോലെ തന്നെ ബിസിനസ് എക്കണോമിക്സ് ഒക്കെ താല്പര്യമുള്ളവരെ ലക്ഷ്യമിട്ടുണ്ട് ബിസിനസ് മാഗസിൻസ്. ഉദാഹരണമായിട്ട് ഫോബ്സ് മാസിക അതിനൊരു എക്സാമ്പിളാണ്. ഹെൽത്തും ഫിറ്റ്നസ് ഒക്കെ താല്പര്യമുള്ളവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പം മലയാളത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ആരോഗ്യ മാസിക. അപ്പം അത്തരത്തിൽ ഒരു പ്രത്യേക വായനാ സമൂഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാഗസിൻസ് പുറത്തിറങ്ങുന്നത്.
അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മാഗസിൻസ് ആർ ഡിസൈൻഡ് ഫോർ പെർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഓഫ് റീഡേഴ്സ്. ഫോർ എക്സാമ്പിൾ ചിൽഡ്രൻസ്, വിമൻസ്, സ്പോർട്സ് ഓർ ഫിലിം മാഗസിൻസ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഓഫ് റീഡേഴ്സിനെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് മാഗസിൻസ് ഇറക്കുന്നത്. ഇപ്പോൾ ചിൽഡ്രൻസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാലരമ, ബാലഭൂമി, കളിക്കുടുക്ക. വിമൻസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ വനിത. അതുപോലെ തന്നെ സ്പോർട്സ് മാഗസിൻസ് ഉണ്ട്, ഫിലിം മാഗസിൻസ് ഉണ്ട്. ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് റീഡേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഓരോ തരത്തിലുള്ള മാഗസിൻസ് പുറത്തിറങ്ങാറുണ്ട്. അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡീറ്റെയിൽഡ് കോണ്ടൻറ്റ് എന്നുള്ളത്. അതായത് മാഗസിൻസ് എല്ലാം സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ് അല്ലേ. പത്രങ്ങളെ അപേക്ഷിച്ച് പത്രങ്ങളിൽ വാർത്തകൾ അല്ലേ, അന്നന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വാർത്ത പോലെ വന്നു പോകുന്നു എന്നല്ലാതെ കൂടുതലായിട്ടുള്ള ആഴത്തിലുള്ള ഒരു വിശദീകരണം പലപ്പോഴും ഉണ്ടാവാറില്ല അല്ലേ. ദേ പ്രൊവൈഡ് ഇൻ ഡെപ്ത് ഇൻഫോർമേഷൻ ആൻഡ് അനാലിസിസ് എന്നാണ് പറയുന്നത്. അതായത് മാഗസിൻസ് കുറച്ചുകൂടി സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ സിനിമ പോലെ, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്, പൊളിറ്റിക്സ്, സയൻസ്, ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഇൻഫർമേഷൻസും വിശകലനങ്ങളും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മാഗസിൻസിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്. ദേ ഇൻക്ലൂഡ് ആർട്ടിക്കിൾസ്, ഫീച്ചേഴ്സ്, ഇൻ്റർവ്യൂസ്, സ്റ്റോറീസ് ആൻഡ് പോയംസ് അല്ലേ. തീർച്ചയായിട്ടും മാഗസിൻസിനകത്ത് ആർട്ടിക്കിൾസ്, ഫീച്ചേഴ്സ്, ഇൻ്റർവ്യൂസ്, സ്റ്റോറീസ്, പോയംസ് ഇത്തരത്തിൽ ലിറ്ററേച്ചർ കോണ്ടൻറ്റും ഉണ്ടാവാറുണ്ട്. അടുത്ത ഒരു പോയിൻ്റാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ്. മാഗസിൻസ് ഹാവ് കളർഫുൾ കവേഴ്സ് ആൻഡ് ഗുഡ് ക്വാളിറ്റി പിക്ചേഴ്സ്. പത്രങ്ങളെ അപേക്ഷിച്ച് മാഗസിൻസിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ആണുള്ളത് അല്ലേ. കളർഫുൾ ആയിട്ടുള്ള കവേഴ്സ്, ഗുഡ് ക്വാളിറ്റി പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എല്ലാ മാഗസിൻസും. നമുക്ക് നല്ല ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തരുന്ന രീതിയിലായിരിക്കും അതിനകത്ത് വരുന്ന പേജുകളെല്ലാം ഉയർന്ന വിഷ്വൽ എക്സ്പീരിയൻസ് നൽകുന്നവയായിരിക്കും. ഉയർന്ന നിലവാരത്തിലുള്ള പേപ്പറായിരിക്കും അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ബെസ്റ്റ് ടൈപ്പോഗ്രഫി ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ വളരെയധികം അട്രാക്റ്റീവ് ആക്കാൻ മാഗസിൻസ് ശ്രമിക്കാറുണ്ട്. then അതിനോട് ചേർന്ന് വരുന്ന പോയിൻ്റ് തന്നെയാണ് ദെയർ ലേ ഔട്ട് ഈസ് മോർ അട്രാക്റ്റീവ് ദാൻ ന്യൂസ് പേപ്പേഴ്സ്. നമുക്കറിയുന്ന പോലെ തന്നെയാണ് ന്യൂസ് പേപ്പേഴ്സിനേക്കാളും അട്രാക്റ്റീവ് ആയിട്ടുള്ള ലേ ഔട്ടാണ് മാഗസിൻസിനകത്ത് ഉപയോഗിക്കാറുള്ളത്. ദെൻ ലോങ്ങർ ലൈഫ് അല്ലേ. ഒരു മാസിക അല്ലെങ്കിൽ ഒരു മാഗസിൻ വർഷങ്ങളോളം വീട്ടിൽ പലരും സൂക്ഷിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സൂക്ഷിക്കുന്നത്? അതിനകത്ത് എവർഗ്രീൻ കണ്ടൻ്റ് ആണ് അല്ലേ. പ്രസക്തി ചോരാത്ത കണ്ടൻ്റാണ് മാഗസിൻസിനകത്തുള്ളത്. ആളുകൾ കൈമാറി വായിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് അല്ലേ. ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഒരു മാഗസിൻ വർഷങ്ങളോളം ആളുകൾ കൈമാറി ഉപയോഗിക്കുന്നു, അത് വായിക്കുന്നു. അതെന്തുകൊണ്ടാണ് അത് വായിക്കുന്നത്? അതിൻ്റെ പ്രസക്തി ചോരുന്നില്ല അല്ലേ. അഭിമുഖങ്ങളാവട്ടെ, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ലിറ്ററേച്ചർ കോണ്ടൻ്റ് ആവട്ടെ, ഒന്നിൻ്റെയും പ്രസക്തി ചോരുന്നില്ല. ഇപ്പോൾ ഒരു റെസിപ്പി നമ്മൾ ഒരു 10 വർഷം മുൻപ് ഇറങ്ങിയ മാസികയിലുള്ളൊരു റെസിപ്പി നമ്മൾ ഇന്നും ട്രൈ ചെയ്ത് നോക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി ചോരുന്നില്ല. അതുകൊണ്ട് തന്നെ പീപ്പിൾ ഓഫൺ കീപ് മാഗസിൻസ് ഫോർ എ ലോങ് ടൈം ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് എ ലോങ്ങർ ലൈഫ്. സോ ദേ ക്യാൻ ബി റീഡ് മെനി ടൈംസ്. അതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു ന്യൂസ് പേപ്പറിനകത്തെ വാർത്തകൾ പെട്ടെന്ന് കാലഹരണപ്പെട്ടു പോകുന്നു അല്ലേ. പക്ഷേ ഒരു മാഗസിനകത്തെ കോണ്ടൻറ്റ് പെട്ടെന്ന് കാലഹരണപ്പെടുന്നില്ല. നമുക്ക് മെനി ടൈംസ് അത് വായിക്കാൻ വേണ്ടി സാധിക്കും, അത് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. സോ അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തതാണ് മോർ അഡ്വർടൈസ്മെൻറ്റ്സ്. മാഗസിൻസ് കണ്ടെയ്ൻ അഡ്വർടൈസ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദെയർ ടാർഗറ്റ് റീഡേഴ്സ്. For example, fashion magazines often have beauty and clothing ads. ആഡ് റവന്യൂ മാസികകളുടെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രധാന ഘടകമാണ് അല്ലേ. കൃത്യമായിട്ടുള്ളൊരു വായനക്കാരുണ്ട് ഓരോ മാഗസിൻസിനും. അതുകൊണ്ട് തന്നെ അവരുടെ ടാർഗറ്റ് റീഡേഴ്സിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കാൻ അത്
പരസ്യം നൽകുന്നവർക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാണ് അല്ലേ? തങ്ങളുടെ കൺസ്യൂമേഴ്സിനെയൊക്കെ കൃത്യമായിട്ട് കണ്ടെത്താൻ ഇത്തരത്തിലുള്ളൊരു ടാർഗറ്റ് റീഡേഴ്സ് വരുന്ന മാസികകൾ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫാഷൻ മാഗസിൻസിൽ അതിനകത്ത് കൂടുതൽ വരുന്ന ആഡ്സും ബ്യൂട്ടി ആൻഡ് ക്ലോത്തിങ് റിലേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ സ്പോർട്സ് മാഗസിൻസ് വായിക്കുന്നത് ആരായിരിക്കും? കായിക പ്രേമികളും കായിക താരങ്ങളും അതുപോലെ തന്നെ ഫിറ്റ്നസ്സൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും അതിനകത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷൂസ്, ബാറ്റിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ, സ്പോർട്സ് വെയർ, ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും സ്പോർട്സ് മാഗസിൻസിനകത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലാണ് അഡ്വർടൈസ്മെൻറ്റ്സ് മാഗസിൻസിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.